ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിയാസ് കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടയപ്പമാണ്, അല്ലെങ്കിൽ കിണ്ണത്തപ്പം. അതെങ്ങനെ സോഫ്റ്റും ടേസ്റ്റുമായിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എന്നാൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങൾ: പച്ചരി 2 കപ്പ് എടുത്ത് 8 മണിക്കൂർ കുതിർത്ത് വാരി വെച്ചത്. അരി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് ചോറ്. അരി 2 കപ്പാണ്, ചോറ് 1 കപ്പ്, തേങ്ങ 1 കപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ തേങ്ങാവെള്ളം ഓപ്ഷണലാണ്, പിന്നെ ആവശ്യത്തിന് അരയ്ക്കാൻ പച്ചവെള്ളം. എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങൾ കൂടി നമ്മൾ മിക്സിക്കകത്ത് ഇഡലിക്ക് അരയ്ക്കുന്നതിൻ്റെ കൂട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ഞാൻ നൈസായിട്ട് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇച്ചിരി ഇഡലി മാവിന് അരയ്ക്കുന്നതിൻ്റെ കൂട്ട് ഇച്ചിരി കട്ടിക്ക് അരയ്ക്കണം. ഇതൊരു 8 മുതൽ 10 മണിക്കൂർ പുളിക്കാൻ വയ്ക്കണം. ഇത് തേങ്ങയും ചോറും അരിയും ഈസ്റ്റും തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പച്ചവെള്ളം ഒഴിച്ച് അരച്ചെടുത്തതാണ്. നമുക്കിത് കലക്കി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നല്ലതായിട്ട് കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മാവ് പുളിക്കാൻ വയ്ക്കുക, 8 മുതൽ 10 മണിക്കൂർ വരെ. നമ്മൾ അരച്ച മാവ് രാവിലെ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ മാവിലേക്ക് അല്പം ശർക്കരയും തേങ്ങയും ജീരകവും ഏലക്കയും കൂടെ അരച്ച് ചേർക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഇത് ശർക്കരയിൽ കല്ലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ പാനിയാക്കിയിട്ട് തണുത്തതിന് ശേഷം കൂട്ടിലൊഴിച്ചാൽ മതി. ഇതെല്ലാം കൂടെ അരച്ച മിശ്രിതമാണിത്. തേങ്ങയും ശർക്കരയും ജീരകവും ഏലക്കയും കൂടി അത് നമുക്ക് മാവിലൊഴിച്ച് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മാവിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, ശർക്കരയും തേങ്ങയും ഏലക്കയും എല്ലാം കൂടെ ആ കൂട്ടും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാമേ. ഞാൻ അരച്ച് വെച്ച ഫുൾ മാവും എടുത്തിട്ടില്ല, ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള മാവേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ആ അരച്ച ഇതുകൊണ്ട് 3 കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ ഞാൻ ഒന്നിനുള്ളത് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ആണെങ്കിലും ചേർക്കാം. ഞാൻ ശർക്കര 1/2 കപ്പ് ശർക്കരയ്ക്കാണ് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഈ മാവ് ഒന്നുകൂടെ പൊങ്ങി വരും. വട്ടയപ്പത്തിന് എത്രയും തേങ്ങ ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റ് എടുത്ത് അതിൽ അല്പം നെയ്യ് ഒഴിക്കണം. നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം, പക്ഷെങ്കിൽ നെയ്യ് ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഇത് വട്ടയപ്പം വെന്ത് കഴിയുമ്പം പ്ലേറ്റിൽ നിന്ന് ഇളകി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് നന്നായി തേച്ചതിന് ശേഷം ഇഡലിത്തട്ടിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഈ മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വട്ടയപ്പത്തിനുള്ള മാവേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ മാവ് ഒഴിച്ച് ഒരു ഫുൾ ഒഴിക്കല്, പ്ലേറ്റിൽ ഒരു 1/4 പ്ലേറ്റ്, 1/2 മുതൽ 1/4 പ്ലേറ്റ് വരെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിനേക്കുള്ളതേ എടുത്തിട്ടുള്ളത്. എനിക്കത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 20-25 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം ഇടയ്ക്കാണെങ്കിൽ ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാവ് വെച്ചൊരു 10 മിനിറ്റ് കഴിയുന്നുണ്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതുപോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. മാവ് ഒഴിക്കുമ്പം തന്നെയാണെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വെച്ചാൽ അത് അടിയിലോട്ട് താണു പോകും. അതുകൊണ്ട് മാവും മേളിൽ അല്പം വെന്തൊന്ന് വാടിക്കഴിയുന്ന ഉടനെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വെച്ച് വേണമെങ്കിൽ മതി കേട്ടോ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 25 മിനിറ്റ് ആകുമ്പോഴത്തേന് വേകും. ഇടയ്ക്ക് നമ്മൾ ആ വെന്തോന്നറിയാൻ വേണ്ടി ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊരു കത്തി എടുത്ത് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കുമ്പം വെന്തോ ഇല്ലയോ എന്നറിയാം. വെന്തില്ലെന്നുണ്ടെങ്കിൽ ആ കത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കും മാവ്. അന്നേരം ഒരല്പനേരം കൂടെ മൂടി വെച്ചാൽ മതി. ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വട്ടയപ്പം നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ. കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം തണുത്തതിന് ശേഷം മുറിക്കുമ്പോൾ ഇത് അങ്ങനെ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ തണുത്ത് നമുക്കാണെങ്കിൽ ഒരു പീസ് മുറിച്ച് നോക്കാം.
ഉണ്ടോ എത്ര സോഫ്റ്റാണെന്നുണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കണം കേട്ടോ. താങ്ക് യു.